ഭക്ഷണം കഴിക്കാതെ 10 വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന ജീവി, 7 വർഷം വരെ തുടർച്ചയായിട്ട് അനങ്ങാതിരിക്കാൻ കഴിയുന്ന ജീവി, അങ്ങനെ ഒരു വിചിത്ര ജീവിയെ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. ഈ ജീവിയെ നമുക്ക് പെട്ടെന്നൊന്നും പോയി കാണാൻ സാധിക്കില്ല. ഭൂമിക്കടിയിലുള്ള ഗുഹകളിൽ കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ജീവിയെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള ഒരു ടോയ് ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് യൂറോപ്പിലെ മനോഹര രാജ്യമായ സ്ലൊവേനിയയിലാണ്. അപ്പോൾ സ്ലൊവേനിയയിലെ ലോകപ്രശസ്തമായ പോസ്റ്റോയന ഗുഹയ്ക്കുള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഭൂമിക്കടിയിൽ 24 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഗുഹയാണ് പോസ്റ്റോയന ഗുഹ. അതിൽ തന്നെ 5.5 കിലോമീറ്റർ ദൂരം നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഭൂനിരപ്പിൽ നിന്നും 100 മീറ്റർ താഴ്ചയിലാണ് ഈ ഗുഹയുള്ളത്. 40 ലക്ഷം വർഷം കൊണ്ട് പ്രകൃതിദത്തമായിട്ട് ഉണ്ടായ ഒരു ഗുഹയാണ്. അതുപോലെ ഈ ഗുഹയ്ക്കുള്ളിൽ നല്ല കൊടും തണുപ്പുമാണ്. കൂടാതെ നമ്മളൊരു ഹൊറർ സിനിമയുടെ സെറ്റിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലാണ് ഈ ഗുഹയ്ക്കുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഇതിനുള്ളിൽ പ്രകൃതി തന്നെ നിർമ്മിച്ച ലക്ഷക്കണക്കിന് ശില്പങ്ങളുണ്ട്. അപ്പോൾ ഈ ലൈംസ്റ്റോൺ ചുണ്ണാമ്പ് പാറയിൽ കൂടെയുള്ള നീരൊഴുക്ക് കാരണം 40 ലക്ഷം വർഷം കൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് ശില്പങ്ങളുണ്ടായത്. പല ശില്പങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരോ രൂപങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ചില ശില്പങ്ങൾക്ക് മനുഷ്യരുടെ രൂപവും മറ്റ് ചില ശില്പങ്ങൾക്ക് തലയോട്ടിയുടെ രൂപവും, അങ്ങനെ പല പല രൂപങ്ങളാണ്. അതുപോലെ ഈ ശില്പങ്ങളെ തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ മാർബിൾ ഫിനിഷുമാണ്. നമ്മൾ ഈ വെണ്ണക്കൽ പ്രതിമകൾ എന്നൊക്കെ കേട്ടില്ലേ, അത് തന്നെ. ഇതൊന്നും ആരും ഉണ്ടാക്കിയതല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തനിയെ ഉണ്ടായി വന്നതാണ്. ശരിക്കും എൻ്റെ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഇത് നേരിട്ട് കാണണം. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടർ അടിച്ചു പോകും. അതുപോലെ 5 നില ബിൽഡിങ്ങിൻ്റെ ഉയരത്തിലുള്ള ചില ഏരിയകളൊക്കെ നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ കാണാനായിട്ടും സാധിക്കും. അതുപോലെ ഈ ചെറിയ നൂല് പോലെയുള്ള സംഭവങ്ങൾ കണ്ടില്ലേ, ഈ നൂല് പോലെയുള്ള ഈ ചുണ്ണാമ്പ് കല്ലുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള വലിയ ശില്പങ്ങളായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞല്ലോ, 10 വർഷം വരെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന ജീവി, 7 വർഷം വരെ തുടർച്ചയായിട്ട് അനങ്ങാതെ ഇരിക്കാനായിട്ട് കഴിയുന്ന ജീവി, 100 വർഷം വരെ ജീവിക്കുന്ന ജീവി. ആ ജീവിയെ നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പല്ലിയെ പോലുള്ള ഒരു ജീവിയാണ്, പക്ഷെ 30 സെൻറ്റിമീറ്റർ വരെ നീളം വെക്കും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ഇതിന് കണ്ണില്ല. പകരമായിട്ട് ഇതാണ് ആ ജീവി. ഇതിൻ്റെ പേര് ഓം എന്നാണ്, OLM. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം കടക്കാത്ത ഗുഹയ്ക്കുള്ളിലാണ് ഇത് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ലോകത്തിലെ ആദ്യത്തെ ഗുഹ പോസ്റ്റ് ഓഫീസും ഉള്ളത്. കൂടാതെ വലിയ കൺസേർട്ടുകളൊക്കെ നടത്താനായിട്ട് സാധിക്കുന്ന വലിയ ഹാളുകളൊക്കെ ഈ ഒരു ഗുഹയ്ക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ വലിയൊരു നദിയും ഈ ഗുഹയ്ക്കുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും വീണ്ടും ട്രെയിൻ വഴി പുറത്തേക്ക് പോവുകയാണ്.